ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്, അതായത് ഗ്രാമറിൻ്റെ ക്ലാസ്സാണ്. ഫിക്സ് ആൻഡ് പ്രിഫിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം പ്രിഫിക്സ് ആൻഡ് സുഫിക്സ്. അപ്പോൾ പ്രിഫിക്സ് ആൻഡ് സുഫിക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് അഫിക്സ് ആണ്. അഫിക്സിൽ നിന്നാണ് നമുക്ക് പ്രിഫിക്സും സുഫിക്സും വരുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. A group of letter attached before and after the root of words. A group of letter, കുറേ ലെറ്റേഴ്സ് ഉണ്ട്. അത് ബിഫോറും ആഫ്റ്ററും ഈ വേർഡിന് മുന്നേ അറ്റാച്ച് ചെയ്യുന്നതാണ് നമ്മൾ അഫിക്സ്. അഫിക്സ് എന്ന് പറയുന്ന രീതിയിൽ വരുന്നത് റൂട്ടാണ്. അതിൻ്റെ ആ ഒരു വേർഡിൻ്റെ റൂട്ടാണ് അഫിക്സ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അൺ പ്ലസ് അക്സെപ്റ്റഡ് പ്ലസ് ഏബിൾ. അൺഅക്സെപ്റ്റബിൾ എന്നൊരു വാക്ക് വരുന്നുണ്ട്. അതിൽ അൺ വരുന്നത് പ്രിഫിക്സ് ആണ്. അതായത് വേർഡിൻ്റെ ആദ്യം വരുന്നതാണ് പ്രിഫിക്സ്. അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേർഡ് വരുന്നത്. പിന്നെ ഏബിൾ എന്ന് പറഞ്ഞാലാണ് സഫിക്സ് വരുന്നത്. അതായിട്ട് അവസാനം വരുന്നത് വേർഡിൻ്റെ അറ്റത്ത് വരുന്ന വേർഡാണ്, ലെറ്ററാണ്. നമ്മൾ കുറേ ലെറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ചില മീനിങ് അൺഅക്സെപ്റ്റബിൾ ഇത്രയും വലിയ വേർഡും ഒക്കെ വരുന്നത്. കാരണം അതിന് നമുക്ക് അക്സെപ്റ്റ് എന്നും പറയാം, അക്സെപ്റ്റബിൾ എന്നും പറയാം, അൺഅക്സെപ്റ്റബിൾ എന്നും പറയാം. 3 രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രിഫിക്സും സുഫിക്സും എന്ന് കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന വേർഡാണ് അഫിക്സ്. അതാണ് റൂട്ട് ഓഫ് വേർഡ്. ആ വേർഡിനെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തേതും അവസാനത്തേതും കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് ലെറ്റർ പ്രിഫിക്സ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് ഓഫ് ലെറ്റർ പ്ലേസ്ഡ് ബിഫോർ ദ റൂട്ട് വേർഡ്. ഗ്രൂപ്പ് ഓഫ് ലെറ്റർ എന്ന് വെച്ചാൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ബിഫോർ ദ റൂട്ട് വേർഡിന് മുന്നേ ആയിട്ട് വരുന്നതാണ് പ്രിഫിക്സ്. ഇനി സഫിക്സ് എന്ന് വെച്ചാൽ a group of letter placed after the root word. ആഫ്റ്റർ ദ റൂട്ട് വേർഡിൻ്റെ കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റേഴ്സിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുക. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തേത് പ്രിഫിക്സ് എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രിഫിക്സ്. എ പ്രിഫിക്സ് ഈസ് ആൻ അഫിക്സ് വിച്ച് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ സ്റ്റെം ഓഫ് എ വേർഡ്. അതായത് പ്രിഫിക്സ് എന്ന് വെച്ചാൽ ഒരു ഇതാണ്. അപ്പോൾ അത് വേർഡിന് മുന്നേ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ സ്റ്റെം വേർഡിന് മുന്നേ ആയിട്ട് വരുന്നതാണ്. അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വന്നിട്ട് പ്രിഫിക്സ് എന്ന് വെച്ചാൽ ഫിക്സ് ഈസ് എ സ്റ്റെം വേർഡ്. ഫിക്സ് എന്ന് പറയുന്നത് സ്റ്റെം വേർഡാണ്. ആൻഡ് PRE എന്ന് പറയുന്നതാണ് ഈസ് എ പ്രിഫിക്സ് വരുന്നത്. ഓക്കെ, വിച്ച് ചേഞ്ചസ് ദ മീനിങ് ഓഫ് ദി സ്റ്റെം ആൻഡ് ക്രിയേറ്റ് എ ന്യൂ വേർഡ്. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റെമ്മിൻ്റെ ഒരു മീനിങ് മാറ്റിയിട്ട് പുതിയ വേർഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വേർഡാണ്. ഫിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അതിൻ്റെ അത് വേറെ, നമ്മൾ എന്തെങ്കിലും ഫിക്സ് ചെയ്യാന്ന് പറയും. അപ്പോൾ പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ്ങും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ലെറ്റർ നമ്മൾ സൈഡിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ആ റൂട്ട് വേർഡിൻ്റെ മീനിങ് തന്നെ മാറും. അല്ലെങ്കിൽ റൂട്ട് വേർഡ് മാത്രമാണെങ്കിൽ വേറെ മീനിങ് ആവും, പ്രിഫിക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ വേറെ മീനിങ് ആവും. അതാണ് അവർ പറഞ്ഞത്. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആൻറ്റിബയോട്ടിക്. ഇപ്പോൾ ബയോട്ടിക്കിന് നമ്മൾ സെപ്പറേറ്റ് പറയും. അപ്പം പ്രിഫിക്സിൽ വരുന്ന വേർഡാണ് ആൻറ്റി. അപ്പോൾ ആൻറ്റിബയോട്ടിക്. പിന്നെ സൈംഫോണി. ഫോണി എന്ന് നമ്മൾ സെപ്പറേറ്റ് പറയും. പിന്നെ സൈംഫോണി. പിന്നെ ഹെമിസ്ഫിയർ. ഹെമി എന്ന് പറഞ്ഞ വേർഡും സ്പിയർ എന്ന് പറഞ്ഞാൽ വേറൊരു വേർഡാണ്. സ്പിയർ ആണ് റൂട്ട് വേർഡ്. ഹെമിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഹെമിസ്ഫിയർ എന്നാവും. ഓക്കെ, ഇനി അടുത്തത് പ്രിഫിക്സ്, അതിൻ്റെ മീനിങ്, അതിൻ്റെ എക്സാമ്പിൾസ് എങ്ങനെ വരും നോക്കാം. പ്രിഫിക്സിൽ വരുമ്പോൾ നോൺ, അൺ, ഇം, ഇൻ, ഇൽ, IR ഒക്കെ വെച്ചിട്ടുള്ള വേർഡ്സ് ആണ് പ്രിഫിക്സിൽ ആദ്യം വരുന്നത്. അപ്പം അതിൻ്റെ മീനിങ് വരുമ്പോൾ നോട്ട്, ഓപ്പോസിറ്റ്. നോട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ്സ് ഒക്കെ പോലെയാണ് വരുന്നത്. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഹാപ്പി ആണെങ്കിൽ അൺഹാപ്പി അങ്ങനെയും പറയും. നമ്മൾ അൺഹാപ്പി എന്നൊക്കെ പറയും. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് നമ്മൾ UN, പോസിബിൾ ആണെങ്കിൽ ഇംപോസിബിൾ എന്ന രീതിയിലൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഈ നോണും അണ്ണും ഇമ്മും ഒക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് സെൻസിൽ വരുന്ന നോൺ സെൻസ്. അപ്പം നോണും കൂടെ അവിടെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഹാപ്പി, ഞാൻ നേരത്തെ പറഞ്ഞ ഹാപ്പി, അൺഹാപ്പി. അപ്പം ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് വേർഡ് വെച്ചിട്ടും അതിൻ്റെ റൂട്ട് വേർഡിലോട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് മീനിങ്ങും അതിൻ്റെ വേർഡ്സും. പിന്നെ രണ്ടാമത്തെ RE. RE എന്ന് പറഞ്ഞാൽ എഗെയിൻ അല്ലെങ്കിൽ ബാക്ക്. എഗെയിനോ
പിന്നെയും ആവർത്തിക്കപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലോട്ട് വരുന്ന വേർഡാണ് RE. അത് റീവിസിറ്റ്, റീപ്ലേ. നമ്മൾ എന്തോ ഒന്നും കൂടെ വിസിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഒന്നും കൂടി വി ഹാവ് ടു വിസിറ്റ് അഗെയിൻ, റീവിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ റീപ്ലേ. റീപ്ലേ എന്ന് വെച്ചാൽ എന്താ, ഒന്നും കൂടെ പ്ലേ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂവി നല്ല രസമുണ്ടെങ്കിൽ ഒന്നും കൂടെ പ്ലേ ചെയ്ത് കാണാം, റീപ്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ റീ വെച്ചിട്ട് വരുന്നത് റീപ്ലേ. എഗെയിനോ അല്ലെങ്കിൽ ബാക്കോ, അതാണ് അതിൻ്റെ മീനിങ്. പിന്നെ മിസ്. മിസ് എന്ന് വെച്ചാൽ എന്താ, റോങ്ലി നോട്ട്. റോങ്ലി എന്ന് വെച്ചാൽ അബദ്ധത്തിൽ പറ്റിയതോ അല്ലെങ്കിൽ നോട്ട് അങ്ങനെയല്ല എന്ന് പറയുന്നതോ. ഇപ്പം മിസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത്, നമ്മൾ മിസ് വെച്ചിട്ടുണ്ട മിസ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ കാര്യം അല്ലെങ്കിൽ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, തെറ്റിദ്ധരിക്കുക. പല കാര്യങ്ങളും നമ്മൾ തെറ്റിദ്ധാരണയിലൂടെ വരിക. പിന്നെ അടുത്തത് DE, അത് റിസർവ്, റിമൂവ്, ഔട്ട് ഓഫ്. നമ്മൾ കാര്യം അല്ലെങ്കിൽ റിസർവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മൾ അതിൻ്റെ ഡിസ്ട്രാക്ട് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് രീതിയിൽ വരിക, അപ്പോൾ അത് ഡിസ്ട്രാക്ട് ചെയ്യുന്ന പോലെ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പം നിങ്ങൾക്ക് കോളേജിലൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ അടുത്തത് കോം, കോൺ. ഈ മൂന്നും എങ്ങനെ വരും, വിത്ത് അല്ലെങ്കിൽ ടുഗെദർ. വിത്തോ അല്ലെങ്കിൽ ടുഗെദറോ വരുന്നതാണ്. കൺസ്ട്രക്ട്, കമ്പ്യൂട്ടർ. അതിലെന്താ, കോം വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, കൺസ്ട്രക്ട് എന്ന് പറയും. കോം കമ്പ്യൂട്ടർ എന്ന് പറയും. ഓക്കെ. കൺസ്ട്രക്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ട് എന്തുവാ, നമ്മൾ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുക, പണിയുക. കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റമാണ് കമ്പ്യൂട്ടർ. പിന്നെ ഡിഫ്, DI. അപ്പോൾ ഈ മൂന്ന് വേർഡാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ സെപ്പറേഷൻ വരുന്നതാണ്. ഇതൊരു വേർഡിൻ്റെ സെപ്പറേറ്റ് വരും, എവേ അല്ലെങ്കിൽ അപ്പാർട്ട്. എവേ ആയിട്ട് അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ദിസ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ വരും. അപ്പോൾ അതിൻ്റെ ഡിസീസ്, ഡിസെക്ട്. അല്ലെങ്കിൽ DI വെച്ചെന്നാൽ ഡിസീസ് എന്ന് വരും, അല്ലെങ്കിൽ ഡിസെക്ട് എന്ന് വരും. ഇതാണ് നമ്മളുടെ പ്രിഫിക്സിൽ വരുന്ന വേർഡും അതിൻ്റെ മീനിങ്ങും ഒക്കെ. ഇനി നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് സഫിക്സ് ആണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ പ്രിഫിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. ഈ രീതിയിലൊക്കെയാണ് പ്രിഫിക്സിൻ്റെ വരുന്നത്. ഓക്കെ. ഇനി സഫിക്സ് എന്താണെന്ന് നോക്കാം. സഫിക്സ് ആർ ദ ലെറ്റേഴ്സ് which are added at the end of a stem to make new words. അതായത് സഫിക്സ് എന്ന് വെച്ചാൽ നമ്മൾ വേർഡിൻ്റെ അവസാനം ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെയാണ് നമുക്ക് പുതിയൊരു വേർഡ് കിട്ടും. ഇപ്പോൾ നമ്മൾ പറയത്തില്ല, ഇപ്പം നമ്മൾ എന്താ പുതിയ വേർഡ് അക്സെപ്റ്റബിൾ. അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡാണ്. അപ്പോൾ ഏബിളും കൂടി വരുമ്പോൾ അക്സെപ്റ്റബിൾ. നമുക്ക് ആദ്യം അക്സെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. അക്സെപ്റ്റബിൾ എന്ന് വെച്ചാൽ എന്താ, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ വേർഡ് വരുന്നത്. ഇപ്പം നോക്കാം. സുഫിക്സ് in new words. Most of the affixes that are used in the suffixed words have no meaning for their own. അപ്പം അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, അപ്പം അതിന് ഓണായിട്ട് ഒന്നുമില്ല. അപ്പം അഫിക്സിൻ്റെ വേർഡിലോട്ട് ആഡായി വരുന്നതാണ്. ഓക്കെ. എക്സാമ്പിൾ നോക്കാം. റീഡർ. റീഡർ എന്ന് വെച്ചാൽ വായനക്കാർ. അപ്പം റീഡർ എന്ന് നമ്മൾ കോമൺലി പറയുന്നത്, റീഡർ എന്ന് വെച്ചാൽ വായനക്കാർ, ഒരുപാട് വായിക്കാവുന്ന ആൾക്കാർ നമ്മൾ റീഡർ എന്ന് പറയും. അപ്പം ആണ് അവിടെ സഫിക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. റീഡ് വന്നിട്ട് നമ്മുടെ റൂട്ട് വേർഡ് ആണ്. ഓക്കെ. റീഡ് ഈസ് ദി സ്റ്റെം ഓഫ് ദ വേർഡ് വിച്ച് ഹാസ് ഡിഫറെൻറ്റ് മീനിങ്. റീഡ് എന്ന് വെച്ചാൽ വേറെ മീനിങ് ആണ് വരുന്നത്, ഡിഫറെൻറ്റ് മീനിങ് ആണ് വരുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് ഗ്രാമറ്റിക്കൽ ഫങ്ഷൻ പിന്നെ സെൻറ്റൻസിൽ വരുമ്പോൾ എന്താ, അതിൻ്റെ വേറെ ഫങ്ഷൻസ് ആണ് വരുന്നത്. യു ഹാവ് ടു റീഡ് ദിസ് ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ വേറെ മീനിങ്ങിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ബട്ട് ദ അഫിക്സ് അഫിക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ബോത്ത് ദി മീനിങ് ആൻഡ് ദി ഗ്രാമറ്റിക്കൽ ഫങ്ഷൻ ഓഫ് ദി വേർഡ് ടു മേക്ക് എ ന്യൂ വേർഡ്. അതായത് പ്രിഫിക്സ് എന്തുവാ, അഫിക്സ് എന്ന് വെച്ചാൽ, അപ്പോൾ അഫിക്സ് എന്ന് വെച്ചാൽ നമുക്ക് വിച്ച് ഹാസ് അതിൻ്റെ ഒരു വേറെ മീനിങ് ആയിട്ട് വരാം. അതായത് പ്രിഫിക്സിൽ വരുന്നതേ ആയിരിക്കത്തില്ല, അഫിക്സിൽ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഗ്രാമറ്റിക്കൽ സെൻറ്റൻസും മൊത്തത്തിൽ മാറി വരും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ സുഫിക്സ്. അപ്പം അതിന് കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം സുഫിക്സിൻ്റെ എക്സാമ്പിൾ. റീഡിങ്. അപ്പോൾ റീഡ് എന്ന് പറഞ്ഞൊരു
വേർഡാണ്, അതായത് റൂട്ട് വേർഡാണ്, അഫിക്സ് ആണ്. അപ്പം അതിൽ ING കൂടി വരുമ്പോൾ റീഡിങ്, വായിക്കുന്നു. റീഡ് എന്ന് പറഞ്ഞാൽ എന്താ, വായിക്കാൻ. റീഡിങ് എന്ന് പറയുമ്പോൾ വായിക്കുന്നു എന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ റീഡബിൾ, റീഡബിൾ എന്ന് വെച്ചാൽ എന്താ, ഏബിളും കൂടി വരുമ്പോൾ റീഡബിൾ. പക്ഷേ ഇത് വായിക്കണം, വായിച്ചിരിക്കണം, അങ്ങനെ ഒരു റീഡബിൾ, ഇത് വായിക്കാനുള്ളതാണ് എന്ന രീതിയിലും വരാം. ക്രിയേറ്റേഴ്സ്, ക്രിയേറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. ക്രിയേറ്റർ എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ക്രിയേഷൻ, ക്രിയേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവസാനം വരുന്നത് ലെറ്റേഴ്സ് ആണ്, നമ്മൾ എന്താ സുഫിക്സിലോട്ട് മാറുന്നത്. പിന്നെ എ സുഫിക്സ് ക്യാൻ മേക്ക് എ വേർഡ് സ്റ്റെം ഓഫ് എ വേർഡ്, എ നൗൺ, വെർബ്, adverb or adjectives. സുഫിക്സിൽ വന്നിട്ട് നമുക്ക് സ്റ്റെം ഓഫ് എ വേർഡ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ നൗൺ ആക്കി മാറ്റാം, വെർബ് ആക്കി മാറ്റാം, adverb അല്ലെങ്കിൽ adjective ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. A suffix can also make a transaction in the degree of a adjective or in the tense of a adverb. സുഫിക്സ് എന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പറ്റും, അതായത് ഡിഗ്രി ഓഫ് എ അഡ്ജക്റ്റീവ് ആയിട്ട് പറ്റും, അല്ലെങ്കിൽ ടെൻസ് ഓഫ് എ അഡ്വർബ് ആയിട്ടും പറ്റും. ഡിഗ്രി ഓഫ് അഡ്ജക്റ്റീവും ടെൻസ് ഓഫ് അഡ്വർബും ആയിട്ടും മാറ്റാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, പിന്നെ എക്സാമ്പിൾ ഓഫ് സുഫിക്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഓഫ് വെർബ്. ഓക്കെ, എക്സാമ്പിൾ ഓഫ് സുഫിക്സ് നോക്കാം. അതായത് എക്സാമ്പിൾ ഓഫ് വെർബ് വരുന്നത് എങ്ങനെ, എന്ന് വെച്ചാൽ എന്താ, വരുന്നത് ഡീപ്പ്, ഡീപ്പൻ എന്ന് പറയും. ഡീപ്പും വരും, ഡീപ്പ് എന്ന് വെച്ചാൽ റൂട്ട് വേർഡും, ഡീപ്പൻ പെൻ എക്സ്ട്രായും കൂടി വരുമ്പോൾ നമുക്കത് സുഫിക്സ് ആയിട്ട് മാറും. ഇപ്പം ഡാർക്ക്, ഡാർക്കൻ, അപ്പോൾ ലാസ്റ്റിൽ എന്ന് വെച്ചിട്ട് വരുന്ന സംഭവമാണ്. ഇപ്പോൾ ഡാർക്ക് എന്ന് വെച്ചാൽ എന്തുവാണ്, നമ്മൾ റൂട്ട് വേർഡ് അഫിക്സ് ആണ്. എന്ന് വെച്ചാൽ വരുമ്പോൾ സുഫിക്സ് ആണ്. പിന്നെ IZD, ഐസ്, സെൻറ്റർ, സെൻട്രലൈസ്ഡ് നമ്മൾ പറയും. സെൻറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ അഫിക്സും, ലൈസ് എന്ന് വെച്ചാൽ സുഫിക്സും ആണ്. ഇപ്പോൾ ഇവിടെ സിസ്റ്റം, സിസ്റ്റമാറ്റിക്, സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുക. അപ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് അഫിക്സും, മാറ്റിക് എന്ന് പറയുന്നത് സുഫിക്സും ആണ്. ഓക്കെ, പിന്നെ FI, പ്യൂർ, പ്യൂർ എന്ന് വെച്ചാൽ നമ്മൾ എന്താ, സുഫിക്സ്. പ്യൂർ എന്ന് വെച്ചാൽ വേറെ രീതിയിലാണ്, അതിൻ്റെ മീനിങ് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം വരുന്ന വേർഡിൻ്റെ മീനിങ് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും, അപ്പോൾ രണ്ടാമത് വന്ന വേർഡിൻ്റെ മീനിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പ്യൂർ വരുന്നുണ്ട്, അടുത്തത് പ്യൂരിഫൈ ആണ് വരുന്നത്. പ്യൂരിഫൈ എന്ന് പറയുമ്പോൾ ഇത് പ്യൂരിഫൈ ചെയ്തതാണ്, ഇത് പ്യുവർ ആണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് വരുന്നത്. ഇത് ജസ്റ്റ് വി ആർ ടെല്ലിങ് എന്നൊക്കെ നമ്മൾ ജസ്റ്റിഫൈ, നമ്മൾ ഒരാളെ ജസ്റ്റിഫൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മീനിങ് തന്നെ നോക്കും, ഇത് ജസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാണ്. ഷീ ജസ്റ്റ് കെയിം എന്ന് പറയുമ്പോൾ അവൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ജസ്റ്റിഫൈ ആകുമ്പോൾ ഷീ ഈസ് ജസ്റ്റിഫൈങ്. അപ്പോൾ രണ്ടിൻ്റെയും മീനിങ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തോരം ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ എക്സാമ്പിൾ ഓഫ് അഡ്വർബിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. LY എന്ന് വെച്ചാൽ ലക്കി, ലക്കി എന്ന് പറയുമ്പോൾ ലക്കിലി വരും. ലക്കി എന്ന്, ഷീ ഈസ് വെരി ലക്കി, ലക്കിലി, അപ്പോൾ ആ രീതിയിൽ വരും. പിന്നെ ഈക്വൽ, ഈക്വലി, ഹീസ് ഈക്വൽ, അല്ലെങ്കിൽ ബോത്ത് ആർ ഈക്വലി, വെരി ഈക്വൽ ആണ്. പിന്നെ എക്സാമ്പിൾസ് ഓഫ് ഓപ്പോസിറ്റ്സ് ഓർ അൻറ്റോമിനസ്. അൻറ്റോമിനസ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലെസ് എന്ന് വരുമ്പം യൂസ് എന്ന് പറഞ്ഞ ഒരു അഫിക്സ് ആണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ പറയും യൂസ്ലെസ്, ദിസ് ഈസ് യൂസ് ഫോർ അസ് എന്ന് നമ്മൾ പറയും. ഇപ്പം നമ്മൾ യു ആർ യൂസ്ലെസ് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് മീനിങ് ആണ് വരുന്നത്. ഹെൽപ്പ്, ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഹെൽപ്ലെസ്, ദിസ് ഈസ് ഹെൽപ്ലെസ് എന്ന് പറയുമ്പോൾ ഇത് ആവശ്യമില്ലാത്തതാണ്. രണ്ടും രണ്ട് മീനിങ് ആണ് വരുന്നത്. സോ അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ പ്രിഫിക്സും സഫിക്സും നമ്മൾ നോക്കിയത്, പിന്നെ അഫിക്സും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മൂന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. മനസ്സിലായില്ല, ഏതെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള റിപ്ലൈസ് ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ആയിട്ടും വെച്ചേക്കാം. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സ്പോക്കൺ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഗ്രാമറിൻ്റെ ക്ലാസ്സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. സോ അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.